നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സ്ഥിരം വെടിനിർത്തലിനുള്ള അമേരിക്ക ഇറാൻ നിർണായക ചർച്ച ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കും. മുന്നോട്ട് വെച്ച 2 ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചാൽ മാത്രം ചർച്ചയെന്ന് ഇറാൻ മാധ്യമങ്ങൾ അറിയിക്കും. അന്താരാഷ്ട്ര ജലപാതകൾ തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുകയല്ലാതെ ഇറാന്റെ കൈവശം മറ്റ് തന്ത്രങ്ങളൊന്നുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു സംഘർഷം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറാന്റെ തുറുപ്പുചീട്ടെന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. അതൊരു ചോക്കിംഗ് പോയിന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് വില പേശാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രംപും അത് തന്നെ പറയുന്നു. പക്ഷേ ഈ ചർച്ച നടക്കാനൊരു സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളും ഇറാൻ പറയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സ്മിത, കൃഷ്ണ. അമേരിക്കയുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾ അല്പസമയത്തിനുള്ളിൽ നടക്കും. അതിനായി പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ കാലിബാഫിന്റെ നേതൃത്വത്തിലാണ് ഇറാൻ പ്രതിനിധി സംഘം. അവർ നേരത്തെ തന്നെ എത്തിയിരുന്നു. അല്പസമയം മുമ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലെ നൂർ ഖാൻ വ്യോമസേനാ കേന്ദ്രത്തിൽ എയർഫോഴ്സ് 2-ൽ എത്തിയതായിട്ടുള്ള സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാഡ് കുഷ്ണറും ഇവർ രണ്ടുപേരുമായിരുന്നു മുമ്പ് ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരും എത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്ലാമാബാദിൽ അസാധാരണമായ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്ന സെറീന ഹോട്ടലിലും അതുപോലെ പ്രതിനിധികൾ താമസിക്കുന്ന ഇടങ്ങളിലുമൊക്കെ അതീവ സുരക്ഷാ വലയമാണ് തീർത്തിരിക്കുന്നത്. അതേസമയം ഈ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് 2 പ്രധാന നിബന്ധനകൾ നടപ്പിലാക്കണമെന്ന് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബഗീർ കാലിബാഫ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കൂടാതെ മിനാബിലെ കുട്ടികളുടെ അവർ കൊല്ലപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോയും അല്പസമയം മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, അതുപോലെ വിദേശ ബാങ്കുകളിൽ അമേരിക്ക ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ ഈ ചർച്ചകൾക്ക് മുമ്പ് വിട്ടു നൽകണം എന്നിങ്ങനെയുള്ള 2 കടുത്ത നിബന്ധനകളാണ് ഈ ചർച്ചകൾ ആരംഭിക്കണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പാകിസ്ഥാനിലേക്ക് തിരിക്കും മുമ്പ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇതിനോട് കടുത്ത ഭാഷയിലായിരുന്നു പ്രതികരിച്ചത്. ഇറാൻ ഞങ്ങളെ കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അമേരിക്ക അതിന് വഴങ്ങില്ലെന്ന് അവർക്ക് മനസ്സിലാകും. ഇറാൻ ആത്മാർത്ഥമായിട്ട് ഒരു ചർച്ചയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ അമേരിക്ക സഹകരിക്കാൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഈ പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം ഈ സമാധാന ചർച്ചകൾക്കായിട്ട് വന്നിരിക്കുന്ന 2 രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നന്ദി രേഖപ്പെടുത്തി ചർച്ചകൾ വിജയകരമാക്കുവാൻ തന്റെ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മേക്ക് ഓർ ബ്രേക്ക് ദ ഡീൽ എന്നാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് 2ആയിട്ട് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ധാരണയിലെത്താം. അതേസമയം ഈ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ വഴി തടസ്സമായി പ്രധാനമായിട്ട് നിൽക്കുന്നത് ലെബനനിലെ സാഹചര്യമാണ്. അത് അതീവ സങ്കീർണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ലെബനുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്കാണ് തങ്ങൾ തയ്യാറെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. വെടിനിർത്തൽ ഇപ്പോൾ ഒരു പരിഗണനയിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ചർച്ചകളെ എന്തുമാത്രം ബാധിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ പറ്റും. അതേസമയം ഈ ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മുന്നോടിയായി ഒരു 10 നിർദ്ദേശങ്ങളെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ കടുത്ത തർക്കവും ഉടലെടുക്കുന്നുണ്ട്. ഇറാൻ നൽകിയ ഈ 10 പോയിന്റ് നിർദ്ദേശങ്ങൾ ചർച്ചകൾക്ക് ഗുണകരമാകുമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം. നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. എന്നാൽ ഇതിന് പിന്നാലെ ഇറാൻ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട ആവശ്യങ്ങൾ അമേരിക്കയെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ആവശ്യങ്ങൾ വലിയ വിവാദമായതോടെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവുമായിട്ട് രംഗത്തെത്തി. ഇറാൻ ഇപ്പോൾ ഈ പ്രചരിപ്പിക്കുന്ന പട്ടികയല്ല ഡൊണാൾഡ് ട്രംപിന് കൈമാറിയതെന്ന് അവർ വ്യക്തമാക്കി. കൂടുതൽ റീസണബിൾ ആയിട്ടുള്ള മറ്റൊരു 10 പോയിന്റ് പദ്ധതിയെക്കുറിച്ചാണ് ട്രംപ് സൂചിപ്പിച്ചതും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ നിർദ്ദേശങ്ങൾ ഇറാൻ നടത്തുന്ന ഒരു തന്ത്രമാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അതോടുകൂടി ഇന്ന് നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെടുമോ എന്നൊരു ആശങ്ക ശക്തമായിട്ട് ലോക നേതാക്കൾക്കിടയിലുണ്ട്. അതേസമയം ട്രംപും ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന അല്ലാതെ ഇറാന്റെ കൈവശം ഒരു കാർഡുമില്ലെന്നാണ് ട്രംപ് പരിഹസിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ചർച്ചകൾക്കായിട്ട് മാത്രം ബാക്കി വെച്ചിരിക്കുന്ന നേതാക്കളാണ്, അല്ലെങ്കിൽ അവർ ജീവനോടെ തന്നെ കാണില്ല എന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഈ യുദ്ധം ചെയ്യുന്നതിനെ
ചെയ്യുന്നതിനെക്കാട്ടിലും അവർ മിടുക്ക് കാണിക്കുന്നത് ഈ PR വർക്കിന്റെ പ്രവർത്തനങ്ങളാണ്, മാധ്യമങ്ങളെ വശത്താക്കുന്നതിലൊക്കെയാണെന്ന് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയധികം ദൂരം സഞ്ചരിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിൽ നിന്ന് ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ചിയും സംഘവും അവിടെ എത്തുമ്പോൾ ആ മധ്യസ്ഥ മേശയ്ക്ക് എത്തും മുമ്പേ തന്നെ തർക്കം മുറുകുകയാണ്. അവിടെ ട്രംപിന് കൊടുത്ത 10.1 ഇപ്പുറത്ത് ഇപ്പോൾ ഈ രണ്ട് ഉപാധികൾ, അത് മാത്രമല്ല ഈ രണ്ട് ഉപാധികൾ അത് അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്ന് ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക? നിർണായകമായ ചർച്ചയാണ്, ലോകം ഉറ്റുനോക്കുന്ന ചർച്ചയാണ്. നമ്മളൊരു ഫസ്റ്റ്